ഇന്നു പുലർച്ചെ 4 മണിയോടെയാണ് കോഴിക്കോട് ഇരിങ്ങാടൻപള്ളി ജംഗ്ഷന് സമീപം വലിയൊരു അപകടമുണ്ടാവുന്നത്. ദൃശ്യത്തിൽ കാണുന്ന ഈ കാറും ഇതിന് പിറകിലുള്ള ഒരു ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചു. ആ കൂട്ടിയിടിയിൽ ലോറി ഡ്രൈവറായിട്ടുള്ള വയനാട് സ്വദേശി കൃഷ്ണൻ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോറി ഈ സിഗ്നലിൽ നിന്നും നേരെ മുന്നോട്ട് വരികയായിരുന്നു. എതിർദിശയിൽ നിന്നായിരുന്നു കാറും വന്നിരുന്നത്. കാറിൻ്റെ അമിത വേഗതയാണോ കാരണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ഇരു വാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിച്ചതോടുകൂടി ലോറി തലകീഴായി മറിഞ്ഞു, റോഡിലേക്ക് മറിഞ്ഞു വീണു. അങ്ങനെയാണ് ഈ ലോറി ഡ്രൈവർ കൃഷ്ണൻ ലോറിക്കുള്ളിൽ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായത്. പിന്നീട് ക്രെയിനും ഫയർഫോഴ്സും ഒക്കെ വന്നതിന് ശേഷമാണ് കൃഷ്ണനെ പുറത്തെടുക്കാൻ സാധിച്ചത്. അപ്പോഴേക്കും കൃഷ്ണൻ മരണപ്പെട്ടിരുന്നു. കാറ് റോങ് ഏറിയതാ, എന്നിട്ട് നിയന്ത്രണം വന്നിട്ട് മരണ. ഈ ലോറി ഡ്രൈവറെ എങ്ങനെ പുറത്തെടുത്ത്? ഫയർഫോഴ്സ് വന്നിട്ട് ഡോറ് വെട്ടി പൊളിച്ചിട്ടാണ് എടുത്തത്. അതിനകത്ത് കുടുക്കി കിടക്കുകയായിരുന്നു. അപ്പൊ തന്നെ മരിച്ചിരുന്നു? അറിയോ? അപ്പം മരിച്ചെന്നറിയില്ല. അപ്പൊ പക്ഷെ മൂപ്പരേക്ക് ഒരു ചലനമൊന്നും ഇല്ലായിരുന്നു. ഈ ലോറിയിൽ 700 കേസിലധികം മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു. കർണാടകയിൽ നിന്ന് എറണാകുളം ബീവറേജസിലേക്ക് കൊണ്ടുപോകുന്ന മദ്യക്കുപ്പികളാണിത്, ബിയർ ബോട്ടിലുകളാണിത്. ഇതടക്കമാണ് മറിഞ്ഞു വീണപ്പോൾ, ലോറി മറിഞ്ഞപ്പോൾ റോഡിലേക്ക് ചിതറിത്തെറിച്ചത്. പല കേസുകളും പൊട്ടിയതോടുകൂടി അതിൻ്റെ കുപ്പിയുടെ ചില്ലിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ റോഡിലെ പല ഭാഗത്തേക്കായി തെറിച്ചു വീഴുകയും ചെയ്തിട്ടുണ്ട്. അത് വൃത്തിയാക്കി എടുക്കുകയും വേണം. അതിദാരുണമായൊരു സംഭവമാണെന്ന് കാലത്ത് 4 മണിക്ക് സംഭവിച്ചത്. വലിയൊരു നഷ്ടം തന്നെയാണ് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. ആ കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു ചെറുപ്പക്കാരനാണ് ഇല്ലാതെയായത്. കാർ ഡ്രൈവർക്ക് അത്ര കാര്യമായ പരിക്കൊന്നും പറ്റിയിട്ടില്ല, നിസ്സാര പരിക്കാണ് പറ്റിയത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ക്യാമറമാൻ ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.